വയനാട് മുണ്ടക്കയിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സന്ദർശിക്കും. ഉച്ചയോടെ കൽപ്പറ്റയിലെത്തുന്ന പ്രധാനമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെയും ചികിത്സയിലുള്ളവരെയും നേരിട്ട് കാണും. ദുരന്തത്തിന്റെ വ്യാപ്തി ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട പ്രത്യേക പാക്കേജ് അനുവദിക്കുമോ എന്നതും നിർണായകമാണ്. അല്ലമീൻ നൽകും വിശദാംശങ്ങൾ. അല്ലമീൻ, മുണ്ടക്കയിൽ ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനമടക്കമുള്ള കാര്യമുണ്ട്. ഒപ്പം നിർണായകമായത് പ്രത്യേക പാക്കേജിനുമായി ബന്ധപ്പെട്ടും ഒപ്പം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്നതുമാണ് വിവരങ്ങൾ. വയനാട് മുണ്ടക്കയിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സന്ദർശിക്കുകയാണ്. ഉച്ചയോടുകൂടിയാണ് അദ്ദേഹം സംസ്ഥാനത്തെത്തുന്നത്, അതുപോലെ ജില്ലയിലെത്തുന്നത്. ആദ്യം പ്രധാനമന്ത്രി കണ്ണൂരിൽ വിമാനമിറങ്ങിയ ശേഷം ഹെലികോപ്റ്റർ മാർഗമായിരിക്കും വയനാടേക്ക് വരിക. വയനാട് എത്തുമ്പോൾ തന്നെ മുണ്ടക്കയിലായിരുന്നാലും പുഞ്ചിരിമട്ടത്തായിരുന്നാലും ദുരന്തം ഏറ്റവും കൂടുതൽ നാശം വിതച്ച പ്രദേശങ്ങൾ, ആ സ്ഥലങ്ങൾ, ദുരന്തബാധിത മേഖല പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ സന്ദർശിച്ചായിരിക്കും, ആകാശത്തുകൂടി സഞ്ചരിച്ചായിരിക്കും, ആ ആകാശ കാഴ്ചകളിലൂടെ ആയിരിക്കും ആ ദുരന്തബാധിത മേഖല, അതിന്റെ ആഴവും പരപ്പും വ്യാപ്തിയും ഒക്കെ പ്രധാനമന്ത്രി നോക്കിക്കാണുക. അതിനുശേഷം കൽപ്പറ്റയിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ ശേഷം അദ്ദേഹം റോഡ് മാർഗം ചൂരൽമലയിലെത്തും. ചൂരൽമലയിൽ ബെയിലി പാലം വരെയായിരിക്കും അദ്ദേഹം വരിക. അവിടെ വെച്ച് സൈനികരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ശേഷം ദുരിതാശ്വാസ ക്യാമ്പുകളും അതുപോലെ തന്നെ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെയും പ്രധാനമന്ത്രി സന്ദർശിക്കുകയും അവരുമായി നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യും. പിന്നീട് കളക്ടറേറ്റിലേക്ക് പോകും. കളക്ടറേറ്റിൽ ഈ ദുരന്തം സംബന്ധിച്ചുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കും. ദുരന്തത്തിന്റെ ആഴം, അതിന്റെ വ്യാപ്തി, അതെത്ര ഗുരുതര സ്വഭാവമുള്ളതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രധാനമന്ത്രി കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയുകയും ചെയ്യും. പിന്നീട് അദ്ദേഹം മടങ്ങുകയും ചെയ്യും. പ്രധാനമന്ത്രി സംസ്ഥാനത്ത് ദുരന്തബാധിത മേഖല സന്ദർശിക്കുമ്പോൾ സംസ്ഥാനം ഏറ്റവും കൂടുതൽ കണ്ണുവെക്കുന്നത്, പ്രതീക്ഷ വയ്ക്കുന്നത്, ഏറ്റവും കൂടുതൽ കേരളം പ്രതീക്ഷിക്കുന്നത് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ, അതിനനുസരിച്ചുള്ള ഒരു നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ്. L3 കാറ്റഗറിയിൽ പ്രഖ്യാപിച്ചതിന് ആനുപാതികമായിട്ടുള്ള നഷ്ടപരിഹാരം വേണമെന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. അത് എത്ര കണ്ട് സാധ്യമാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഏതായാലും ഇതുവരെയും അക്കാര്യത്തിൽ സംസ്ഥാനത്തിന്റെ ആവശ്യത്തോട് കേന്ദ്രത്തിൽ നിന്നൊരു അനുകൂല നിലപാട് ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രധാനമന്ത്രി നേരിട്ട് ഈ ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മടങ്ങുമ്പോൾ വിഷയത്തിൽ ഒരു അനുഭാവപൂർവമായ സമീപനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറെ പ്രധാനം. അങ്ങനെ ഉണ്ടാകണമെന്നുള്ളതാണ് സംസ്ഥാനം ആഗ്രഹിക്കുന്നതും. ഏതായാലും അതിലെന്ത് നിലപാട് കേന്ദ്രം സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് സംസ്ഥാനം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് പുനരധിവാസ പാക്കേജ് ഉൾപ്പെടെ ഉള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിന് വലിയ തുക അനിവാര്യമാണ്, ആവശ്യമാണ്. നിലവിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അത് സംസ്ഥാനത്തിന് മാത്രം നടപ്പിലാക്കുക പ്രയാസവുമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഒരു താങ് ഉണ്ടായേ തീരൂ. അതിന് എങ്ങനെ ഈ കേരളത്തിന്റെ ആവശ്യം എത്രത്തോളം അനുഭവപൂർവ്വം കേന്ദ്രം പരിഗണിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മറ്റൊന്ന്, ഇന്ന് പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ നിയന്ത്രണങ്ങൾ കൽപ്പറ്റ മുതൽ ചൂരൽമല വരെ ഈ ദുരന്തബാധിത മേഖലകളിൽ ഒന്നാകെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തിരച്ചിൽ ഉണ്ടായിരിക്കില്ല, പരിശോധനകൾ ഉണ്ടായിരിക്കില്ല. ദുരന്തബാധിത മേഖലകളിൽ സന്നദ്ധ സംഘടനകളും ഫയർഫോഴ്സും മറ്റും നടത്തുന്ന പരിശോധന ഇന്ന് പൂർണ്ണമായും ഉണ്ടാകില്ല. നാളെ ജനകീയമായിട്ടുള്ള തെരച്ചിൽ അത് നാളെ തുടരുകയും ചെയ്യും. ഇന്നലെ നിശ്ചയിച്ചിരുന്നതാണ്. പക്ഷേ പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട നിയന്ത്രണ പശ്ചാത്തലത്തിൽ അത് പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കാനായില്ല. ഇന്നേതായിരുന്നാലും പ്രധാനമന്ത്രി ഈ ദുരന്തബാധിത മേഖല സന്ദർശിച്ച് മടങ്ങിയതിന് പിന്നാലെ നാളെ വീണ്ടും ഒരു ജനകീയ തെരച്ചിൽ നടത്താനുള്ള തീരുമാനത്തിലാണ് സർക്കാരുള്ളത്. ഇന്ന് ഉച്ചയോടുകൂടി പ്രധാനമന്ത്രി വയനാടെത്തും. 3 മണിക്കായിരിക്കും അദ്ദേഹം മടങ്ങുക. അതിനിടയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുരന്തബാധിത മേഖലകൾ സന്ദർശിക്കും, ക്യാമ്പുകൾ സന്ദർശിക്കും, ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ കാണും, കളക്ടറേറ്റിലെത്തി ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തും. ശേഷം കേന്ദ്രത്തിന്റെ സമീപനം എന്തായിരിക്കും, എത്ര പാക്കേജ് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. തീർച്ചയായിട്ടും. എന്തായാലും അലമീനാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം, ഒപ്പം ഇന്ന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ, പാക്കേജുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം നിർണായകം തന്നെയാണ്.